എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഒരുപാട് ചോദ്യങ്ങൾ മത്സര പരീക്ഷകളിൽ ആവർത്തിച്ചിട്ടുള്ള ഒരു മേഖലയാണ്. അഭാജ്യ സംഖ്യകളും ഭാജ്യസംഖ്യകളും, അല്ലെങ്കിൽ പ്രൈം ആൻഡ് കോമ്പസിറ്റ് നമ്പേഴ്സ്. അപ്പോൾ എണ്ണൽ സംഖ്യകളെ നമ്മൾ തരംതിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രീതിയാണ് അഭാജ്യ സംഖ്യകളും ഭാജ്യസംഖ്യകളും എന്നുള്ളത്. ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു പോയതിന് ശേഷം നമുക്കതുമായി ബന്ധപ്പെട്ട മറ്റ് ചോദ്യങ്ങളിലേക്ക് വരാം. അപ്പോൾ അതിലാദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അഭാജ്യ സംഖ്യകൾ എന്താണ് എന്നുള്ളതാണ്. അഭാജ്യ സംഖ്യ എന്നുള്ള പദം നമ്മൾ സ്കൂൾ തലം മുതലേ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അഭാജ്യ സംഖ്യ എന്ന് പറയും, അല്ലെങ്കിൽ പ്രൈം നമ്പർ എന്ന് പറയും. അപ്പോൾ എന്താണ് ഒരു അഭാജ്യ സംഖ്യ അല്ലെങ്കിൽ പ്രൈം നമ്പർ? കൃത്യമായി പറഞ്ഞാൽ രണ്ട് ഘടകങ്ങൾ മാത്രമുള്ള ഒരു സംഖ്യയാണ് അഭാജ്യ സംഖ്യ. സംഖ്യകൾക്കെല്ലാം പല ഘടകങ്ങളുണ്ട്, അല്ലേ? ചില സംഖ്യകൾക്ക് 2 ഘടകങ്ങളായിരിക്കും, ചില സംഖ്യകൾക്ക് 5ഓ 6ഓ ഘടകങ്ങളുണ്ടാകാം. അപ്പോൾ ആ ഘടകങ്ങളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഖ്യകളെ തരംതിരിക്കുന്ന ഒരു രീതിയാണ് അഭാജ്യ സംഖ്യകൾ, ഭാജ്യസംഖ്യകൾ എന്നത്. അതിൽ അഭാജ്യ സംഖ്യയാണെങ്കിൽ അതിന് 2 ഘടകങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, 2 ഫാക്ടേഴ്സ്. അപ്പോൾ 2 ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യകളെ അഭാജ്യ സംഖ്യകൾ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ഭാജ്യസംഖ്യ അല്ലെങ്കിൽ കോമ്പസിറ്റ് നമ്പേഴ്സ്? ഭാജ്യസംഖ്യയ്ക്ക് പറയുന്നത് കോമ്പസിറ്റ് നമ്പേഴ്സ്. അപ്പോൾ ഭാജ്യസംഖ്യ എന്നാൽ 2ൽ അധികം ഘടകങ്ങളുള്ളത്, 2ൽ കൂടുതൽ ഘടകങ്ങളുള്ള സംഖ്യകളെയെല്ലാം നമ്മൾ എന്ത് പറയും? ഭാജ്യസംഖ്യ അല്ലെങ്കിൽ കോമ്പസിറ്റ് നമ്പർ എന്ന് പറയും. അപ്പോൾ ഭാജ്യസംഖ്യയ്ക്ക് മോർ ദാൻ 2 ഫാക്ടേഴ്സ്, 2ലധികം ഘടകങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു തരംതിരിവിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഈ ഒരു അധ്യായത്തിൽ ഉൾപ്പെടുക. അതിനു മുമ്പ് നമുക്കൊരു കാര്യം കൂടി മനസ്സിലാക്കാം. ഇപ്പോൾ ഭാജ്യസംഖ്യ ആണെങ്കിൽ അതിന് 2ലധികം ഘടകങ്ങളുണ്ട്, അഭാജ്യസംഖ്യകൾക്ക് 2 ഘടകങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ 2 ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നുകൂടി ഒന്ന് മനസ്സിലാക്കാം. എല്ലാ സംഖ്യകൾക്കും കോമൺ ആയിട്ട് 2 ഘടകങ്ങളുണ്ട്. അതായത് ഏറ്റവും ചെറിയ ഘടകം, ഏതൊരു എണ്ണൽ സംഖ്യ എടുത്താലും ഏറ്റവും ചെറിയ ഘടകം എന്നാൽ 1 ആയിരിക്കും, അല്ലേ? എല്ലാ എണ്ണൽ സംഖ്യകളെയും നമുക്ക് 1 കൊണ്ട് നിശേഷം ഹരിക്കാം. അപ്പോൾ ഏറ്റവും ചെറിയ ഘടകം ഏതാണ്? 1. ഇനി ഏറ്റവും വലിയ ഘടകം, ഏതൊരു എണ്ണൽ സംഖ്യയുടെയും ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് ആ സംഖ്യ തന്നെയായിരിക്കും. ഇപ്പോൾ 38ൻ്റെ ഏറ്റവും ചെറിയ ഘടകം ഏതാണ്? 1 തന്നെ. 38ൻ്റെ ഏറ്റവും വലിയ ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട, 38 തന്നെ. അപ്പോൾ ഏറ്റവും ചെറിയ ഘടകവും ഏറ്റവും വലിയ ഘടകവും ഏതാണെന്ന് ചോദിച്ചാൽ അവിടെ ഒരു കാൽക്കുലേഷനും വരുന്നില്ല. അപ്പോൾ ഈ 2 ഘടകങ്ങൾ കൂടാതെ മറ്റ് ഘടകങ്ങൾ ഏതെങ്കിലും ഉൾപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഭാജ്യസംഖ്യ എന്ന് വിളിക്കും. കൂടുതൽ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ, എക്സ്ട്രാ ഘടകങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനെ ഭാജ്യസംഖ്യ എന്നും, എക്സ്ട്രാ ഘടകങ്ങളൊന്നും വരുന്നില്ലെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 5ന് 1ഉം 5ഉം അല്ലാതെ മറ്റ് ഘടകങ്ങളൊന്നും വരുന്നില്ല, അപ്പോൾ അതിനെ നമ്മൾ എന്ത് പറയും? അഭാജ്യസംഖ്യ എന്ന് പറയും. ആദ്യത്തെ കുറച്ച് സംഖ്യകൾ നമുക്കൊന്ന് പഠിക്കാം. അതായത് അഭാജ്യസംഖ്യകളാണ് എടുക്കുന്നതെങ്കിൽ ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യ എന്ന് പറയുന്നത് 2 ആയിരിക്കും. പിന്നീട് വരുന്ന കുറച്ച് അഭാജ്യസംഖ്യകൾ നമുക്ക് പറയാം. 2 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 3 ആണ്. 3 കഴിഞ്ഞാൽ വരുന്നത് 5, 7, 11 ഇങ്ങനെ പോകുന്നതാണ് അഭാജ്യസംഖ്യകളുടെ സെറ്റ്. അപ്പോൾ ഈ സെറ്റിൽ വരുന്ന സംഖ്യകളെല്ലാം എടുത്താൽ നമുക്ക് അഭാജ്യസംഖ്യയുടെ ഡെഫിനേഷൻ നമുക്ക് അവിടെ മനസ്സിലാവും. എന്താണ് ഈ സംഖ്യകളുടെ എല്ലാം പ്രത്യേകത? എന്താണ്? ഒന്നും ആ സംഖ്യയുമല്ലാതെ മറ്റൊരു ഘടകം അതിന് ഉണ്ടാവില്ല. ഇനി നേരെ തിരിച്ച് ഭാജ്യസംഖ്യ അല്ലെങ്കിൽ കോമ്പസിറ്റ് നമ്പറിലേക്ക് വന്നാൽ, ആദ്യമായിട്ട് 2ൽ കൂടുതൽ ഘടകങ്ങൾ വരുന്ന ഒരു സംഖ്യ അത് 4ആണ്. 4നാണ് ആദ്യമായി 2ലധികം ഘടകങ്ങൾ വരിക. 4ലെ ഘടകങ്ങളൊന്ന് മനസ്സിൽ കൊണ്ടുവരിക. 1, 2, 4 3 ഘടകങ്ങളായില്ലേ? അതുകൊണ്ട് 4 ഒരു ഭാജ്യസംഖ്യയാണ്. അടുത്തതായി വരുന്നത് 6. 6 ഒരു ഭാജ്യസംഖ്യയാണ്. കാരണം 6ന് 1, 2, 3, 6 4 ഘടകങ്ങൾ വരുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് ഉള്ള കുറച്ച് ഭാജ്യസംഖ്യകൾ നമുക്കൊന്ന് പറഞ്ഞു പോകാം. 8, 10, 12, 14, 15 ഇവയൊക്കെ ഭാജ്യസംഖ്യകൾക്കുള്ള ഉദാഹരണങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ കുറച്ച് സംഖ്യകൾ നമ്മൾ മനസ്സിലാക്കി. ഇതുപോലെ തന്നെ നമുക്ക് മുന്നോട്ടുള്ള സംഖ്യകളെ പറ്റിയുമൊക്കെ ചോദിക്കുന്ന, സ്ഥിരമായി ചോദിച്ചു വരുന്ന ചില ക്വസ്റ്റ്യൻ പാറ്റേൺസ് ഉണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങളിലേക്കാണ് നമ്മളിനി പോവുക. ആദ്യത്തെ ചോദ്യം, ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യ ഏത്? നമുക്ക് ഈ ഒരു സെക്ഷനിൽ നിന്ന് ഒരുപാട് തവണ പരീക്ഷകളിൽ ചോദിച്ച് കണ്ടിട്ടുള്ള, പല പരീക്ഷകളിൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്.
പ്രത്യേകിച്ച് നമ്മൾ LGS, LDC പോലെയുള്ള പരീക്ഷകളിൽ പലപ്പോഴും ആവർത്തിച്ച് കാണാറുണ്ട്. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏത്? അഭാജ്യ സംഖ്യ എന്നാൽ 2 ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യ. അങ്ങനെയുള്ള സംഖ്യകളിൽ ഏറ്റവും ചെറുത് ഏതാണെന്ന് നമ്മൾ മുമ്പ് മനസ്സിലാക്കിയതാണ്. അങ്ങനെയുള്ള ഏറ്റവും ചെറിയ സംഖ്യയാണ് 2. അപ്പോൾ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏതാണ് എന്നുള്ള ചോദ്യം ഇനി ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടില്ല. ഏതാണ്? 2 ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ. ഓക്കെ, അടുത്തതും സിമിലർ ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. ഏറ്റവും ചെറിയ ഭാജ്യസംഖ്യ ഏത്? ഏറ്റവും ചെറിയ ഭാജ്യസംഖ്യ. നമ്മളിപ്പോൾ 1, 2, 3, 4 അങ്ങനെയുള്ള സംഖ്യകൾ എടുത്തു പോയാൽ അതിൽ ആദ്യമായിട്ട് 2-ലധികം ഘടകങ്ങൾ വരുന്നത് ഏതിനാണ്? ഭാജ്യസംഖ്യ എന്നാൽ 2-ലധികം ഘടകങ്ങളുള്ള എണ്ണൽ സംഖ്യ. അപ്പോൾ 2-ൽ കൂടുതൽ ഘടകങ്ങൾ ആദ്യമായി വരുന്ന സംഖ്യയാണ് 4. അങ്ങനെ പറയാൻ കാര്യം, അങ്ങനെ പറയുമ്പോൾ ആ ഘടകങ്ങൾ ഏതൊക്കെയാണെന്നും കൂടെ ഓർമ്മിച്ചിരിക്കുക. 1, 2, 4 അല്ലേ? 3 ഘടകങ്ങൾ വന്നു. അപ്പോൾ 2-ൽ കൂടുതൽ ഘടകങ്ങൾ വരുന്ന ആദ്യത്തെ സംഖ്യ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും ചെറിയ ഭാജ്യസംഖ്യ കോമ്പോസിറ്റ് നമ്പർ ഏതാണ്? 4 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 2 ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മളിപ്പോൾ പറഞ്ഞെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ സീരിയസ് ആയിട്ട് ഒരു മത്സര പരീക്ഷയെ സമീപിക്കുന്ന ഒരാൾക്ക് ഈ 2 ചോദ്യങ്ങളും അത് ബൈ ഹാർട്ട് അറിഞ്ഞിരിക്കണം. നമ്മൾ അവിടെ ഘടകങ്ങളുടെ എണ്ണം എടുക്കാനോ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചിന്തിക്കാനോ ഒന്നും പോകേണ്ട ആവശ്യം നമുക്ക് വരരുത്. ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യ എന്നാൽ 2, ഏറ്റവും ചെറിയ ഭാജ്യസംഖ്യ 4. ഈ 2 കാര്യങ്ങൾ ഇനി ഒരിക്കലും മാറിപ്പോവാത്ത രീതിയിൽ കൃത്യമായി ഓർക്കുക. അടുത്ത ചോദ്യം, ഭാജ്യമോ അഭാജ്യമോ അല്ലാത്ത എണ്ണൽ സംഖ്യ. ശ്രദ്ധിക്കുക, ഭാജ്യമോ അഭാജ്യമോ അല്ലാത്ത സംഖ്യ. അപ്പോൾ എണ്ണൽ സംഖ്യകളെയാണ് നമ്മൾ ഭാജ്യം അഭാജ്യം എന്ന് തരംതിരിക്കുക. അപ്പോൾ അതിൽ ഭാജ്യവുമല്ല അഭാജ്യവുമല്ല എന്ന രീതിയിൽ പറയാവുന്ന ഒരു എണ്ണൽ സംഖ്യയുണ്ട്. ഏതാണത്? നമുക്ക് ആ ഭാജ്യസംഖ്യയുടെയും അഭാജ്യസംഖ്യയുടെയും ഡെഫിനേഷനിലേക്ക് ഒന്നുകൂടി വരാം. ഭാജ്യസംഖ്യ എന്നാൽ 2-ലധികം ഘടകങ്ങളുണ്ടായിരിക്കണം. അഭാജ്യസംഖ്യ എന്നാൽ 2 ഘടകങ്ങളുണ്ടായിരിക്കണം. അപ്പോൾ 2 ഘടകങ്ങൾ പോലും ഇല്ലാത്ത ഒരു എണ്ണൽ സംഖ്യയുണ്ട്. അതാണ് ഏറ്റവും ആദ്യത്തെ എണ്ണൽ സംഖ്യ. ഏതാണ്? 1 തന്നെ. അപ്പോൾ ഈ 1-ന് ആകെ ഒരേ ഒരു ഘടകം മാത്രമേ ഉള്ളൂ അല്ലേ? 1 മാത്രം. അപ്പോൾ സംഖ്യയും 1 എന്ന് പറഞ്ഞാൽ സംഖ്യ 1 തന്നെ ആയതുകൊണ്ട് അതിനാകെ ഒരു ഘടകം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു തരത്തിലും കൺഫ്യൂഷൻ ഇല്ലാതെ ഓർത്തിരിക്കുക, 1-നെ നമുക്ക് ഭാജ്യമെന്നോ അഭാജ്യമെന്നോ തരംതിരിക്കാനാവില്ല. ഭാജ്യസംഖ്യയെന്നോ അഭാജ്യസംഖ്യയെന്നോ വിശേഷിപ്പിക്കാൻ സാധിക്കാത്ത ഒരേ ഒരു എണ്ണൽ സംഖ്യയാണ് ആദ്യത്തെ എണ്ണൽ സംഖ്യയായ 1. അപ്പോൾ 1-ൻ്റെ വിശേഷണം എന്താണ്? ഭാജ്യമോ അഭാജ്യമോ അല്ലാത്ത എണ്ണൽ സംഖ്യ. അഭാജ്യസംഖ്യകളിലെ ഏക ഇരട്ട സംഖ്യ ഏത്? നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ വളരെയധികം പരീക്ഷകളിൽ ആവർത്തിക്കുന്ന ചോദ്യങ്ങളാണ്. എന്നാൽ വളരെ ഷോർട്ടായിട്ടുള്ള ചോദ്യങ്ങളുമാണ്. കൃത്യമായ കാര്യങ്ങളെപ്പറ്റി വ്യക്തതയുള്ള ഒരാൾക്ക് ഒരു ശകലം പോലും സമയം നഷ്ടപ്പെടാതെ വളരെ പെട്ടെന്ന് ആൻസർ ചെയ്ത് പോകാവുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ അഭാജ്യസംഖ്യകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്നുകൂടി ഒന്ന് കൊണ്ടുവരാം. അഭാജ്യസംഖ്യകൾ നമ്മൾ പറഞ്ഞു 2, 3, 5, 7 അങ്ങനെ പോകുന്നതാണ് അഭാജ്യസംഖ്യകളുടെ സെറ്റ്. മുന്നോട്ടുള്ളത് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു പ്രത്യേകത, ഇതിലെ ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യ 2. അതുപോലെ 2-നുള്ള മറ്റൊരു പ്രത്യേകതയാണ് ഈ ചോദ്യത്തിൽ നമ്മൾ കാണുന്നത്. അഭാജ്യസംഖ്യകളിലെ ഒരേ ഒരു ഇരട്ട സംഖ്യ കൂടിയാണ് 2. കാരണം പിന്നീട് അങ്ങോട്ടുള്ള ഇരട്ട സംഖ്യകൾക്കെല്ലാം സംഖ്യയും 1 കൂടാതെ ഒരു ഘടകമെങ്കിലും എക്സ്ട്രാ വന്നിരിക്കും. ഏതാണ്? 2 എന്നുള്ളത് ഉറപ്പായിട്ട് ഒരു ഘടകമായിരിക്കും. അപ്പോൾ അതിന് ചുരുങ്ങിയത് 3 ഘടകം ഉണ്ടായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് 2-ന് ശേഷം വരുന്ന മുഴുവൻ ഇരട്ട സംഖ്യകളും ഭാജ്യസംഖ്യകളായിരിക്കും. 2 അല്ലാതെയുള്ള മുഴുവൻ ഇരട്ട സംഖ്യകളും ഭാജ്യസംഖ്യകളായിരിക്കും. അപ്പോൾ നമ്മുടെ ചോദ്യം വ്യക്തമല്ലേ? അഭാജ്യസംഖ്യകളിലെ ഒരേ ഒരു ഇരട്ട സംഖ്യ, ഏക ഇരട്ട സംഖ്യ എന്ന് ചോദിച്ചാലും ഉത്തരം ഏത് തന്നെയാണ്? 2 തന്നെയാണ് ഉത്തരമായി വരിക. പിന്നീട് അങ്ങോട്ടുള്ള അഭാജ്യസംഖ്യകളെല്ലാം തന്നെ ഒറ്റ സംഖ്യകളായിരിക്കും. അപ്പം നമുക്ക് ഈ ചോദ്യം വേണമെങ്കിൽ തിരിച്ചും ചോദിക്കാം. അതായത് ഇരട്ട സംഖ്യകളിലെ ഏക അഭാജ്യസംഖ്യ ഏത് എന്നും നമുക്ക് ചോദിക്കാം. അങ്ങനെ ചോദിച്ചാലും അർത്ഥവ്യത്യാസങ്ങളൊന്നും തന്നെയില്ല. ഇരട്ട സംഖ്യകളിൽ 2 ഒഴികെ ബാക്കിയെല്ലാം ഭാജ്യസംഖ്യകളാണ്. അതുകൊണ്ട് തന്നെ ഇരട്ട സംഖ്യകളിലെ ഏക അഭാജ്യസംഖ്യ ഏത് എന്ന് ചോദിച്ചാലും ഉത്തരം മറ്റൊന്നുമല്ല, 2 തന്നെ. അടുത്ത ചോദ്യം, 10-നും 20-നും ഇടയിലുള്ള ഭാജ്യസംഖ്യകളുടെ തുക എത്ര? 10-നും 20-നും ഇടയിൽ വരുന്ന, ശ്രദ്ധിക്കുക, ഭാജ്യസംഖ്യകളെ പറ്റിയാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്ക് ഈ സംഖ്യകൾ എഴുതി അവയുടെ തുക കണ്ടുപിടിക്കണം.
അപ്പോൾ അതിന് പ്രത്യേകമായിട്ട് നമ്മൾ ചോദ്യത്തിൽ നിന്ന് വായിച്ചെടുക്കേണ്ട ചില അർത്ഥങ്ങളുണ്ട്. അതിനെപ്പറ്റി പറയാം. 10നും 20നും ഇടയിലുള്ള എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥമാക്കുന്നത് എന്താണ് എന്ന് ഒന്ന് ഓർത്തിരിക്കുക. 10 എന്ന് പറയുന്ന സംഖ്യ, 20 എന്ന് പറയുന്ന സംഖ്യ. അപ്പോൾ 10നും 20നും ഇടയിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും 10ഓ 20ഓ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തരുത്. പ്രത്യേകമായി ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഒരുപാട് പേർക്ക് ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് മിസ്സാവാനുള്ള ഒരു കാരണം കൂടിയാണിത്. അപ്പോൾ 10ഓ 20ഓ ഈ സെറ്റിൽ ഉൾപ്പെടുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമായി ഓർമ്മിച്ചിരിക്കുക. 10നും 20നും ഇടയിലുള്ള സംഖ്യകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പൂർണ്ണമായ അർത്ഥം ഇതാണ്: 10നേക്കാൾ കൂടുതലും 20നേക്കാൾ കുറവുമായ സംഖ്യകൾ മാത്രമാണ് നമ്മൾ ഈ ലിസ്റ്റിൽ കണക്കിലെടുക്കേണ്ടത്. അപ്പോൾ ആ സംഖ്യകൾ 11 മുതൽ 19 വരെയുള്ള സംഖ്യകൾ മാത്രമായിരിക്കും. ഇനി 11 മുതൽ 19 വരെയുള്ള സംഖ്യകളിൽ ഭാജ്യസംഖ്യകൾ ഏതൊക്കെയാണെന്ന് ആദ്യമേ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം. അതിന് യാതൊരു ഷോർട്ട് കട്ടുമില്ല. നമ്മളത് മനസ്സിലോർത്ത്, ഓരോ സംഖ്യകളും മനസ്സിലോർത്ത് തന്നെ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് 11 മുതൽ 19 വരെയുള്ള സംഖ്യകളൊന്ന് മനസ്സിൽ കൊണ്ടുവരാം. 11 തീർച്ചയായും അറിഞ്ഞിരിക്കണം, അഭാജ്യസംഖ്യയാണ്. കാരണം 1ഉം 11ഉം അല്ലാതെ മറ്റൊരു ഘടകം അതിന് ഇല്ല. 12 ഇരട്ട സംഖ്യ ആയതുകൊണ്ട് തന്നെ തീർച്ചയായും അതൊരു ഭാജ്യസംഖ്യ ആയിരിക്കും. അപ്പോൾ 12 ഭാജ്യസംഖ്യയാണെന്ന് എഴുതി. 13 വീണ്ടും ഒരു അഭാജ്യസംഖ്യയാണ്. 13 എടുക്കാൻ പറ്റില്ല. വീണ്ടും വരുന്ന 14 ഇരട്ട സംഖ്യയാണ്. ഇരട്ട സംഖ്യകൾക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല, തീർച്ചയായും അത് ഭാജ്യസംഖ്യയാണ്. അതിനുശേഷം വരുന്ന 15 ഒറ്റ സംഖ്യയാണ്. പക്ഷേ ആലോചിക്കുക, 15ന് മറ്റ് ഘടകങ്ങളുണ്ട്. ഏതൊക്കെയാണ്? 3ൻ്റെ ഗുണിതമാണ്, 5ൻ്റെ ഗുണിതമാണ്. അങ്ങനെയുള്ള മറ്റ് ഘടകങ്ങൾ ഉള്ളതുകൊണ്ട് തീർച്ചയായും 15 ഒരു ഭാജ്യസംഖ്യ തന്നെയാണ്. ഒറ്റ സംഖ്യയാണെങ്കിലും അതൊരു ഭാജ്യസംഖ്യയാണ്. അതിനുശേഷം വരുന്നത് 16 ഇരട്ട സംഖ്യയാണ്, അതുകൊണ്ട് തന്നെ ഭാജ്യസംഖ്യയാണ്. 17 വീണ്ടും അഭാജ്യ സംഖ്യയാണ്. 18 വരുമ്പോൾ ഇരട്ട സംഖ്യയാണ്, അതിനെ നമുക്ക് ഭാജ്യസംഖ്യകളുടെ ഗണത്തിൽ പെടുത്താം. അവസാനത്തെ സംഖ്യയായ 19 അഭാജ്യസംഖ്യയാണ്. കാരണം 19ന് മറ്റ് ഘടകങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് 11 മുതൽ 19 വരെയുള്ള സംഖ്യകളിലെ ഭാജ്യസംഖ്യകൾ ഏതൊക്കെയാണെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കി. 12, 14, 15, 16, 18 ഈ സംഖ്യകളുടെ എല്ലാം തുകയെടുത്താൽ നമുക്ക് കിട്ടുന്നത് എന്താണോ അതാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം. തുക എത്രയാണ്? 12, 14, 15, 16, 18 ആകെ തുക 75 ചോദ്യത്തിനുള്ള ഉത്തരം. ഇതിൻ്റെ തുക എടുക്കാൻ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ്? കാരണം ഈ സംഖ്യകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഈ മിഡിലുള്ള നമ്പർ 15, ഈ 15 എന്ന് പറയുന്നത് നമുക്കിതിൻ്റെ ഒരു മീൻ വാല്യൂ അല്ലെങ്കിൽ ഒരു ആവറേജ് ആയിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ 15നെ ആവറേജ് ആയിട്ട് എടുത്താൽ 14 1 കുറവാണ്, 16 1 കൂടുതലാണ്. ഇനി 12 ആണെങ്കിൽ 3 കുറവാണ്, 18 ആണെങ്കിൽ 3 കൂടുതലാണ്. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ഈ സംഖ്യകളുടെ തുക എടുക്കാൻ നമ്മൾ മറ്റൊന്നും ചെയ്യേണ്ട. ആകെ 5 സംഖ്യകളുണ്ട്, അതിനെ ഈ 15 കൊണ്ട് അങ്ങ് ഗുണിച്ചാൽ മതിയാവും. ശരിയല്ലേ? 15 × 5 75 തന്നെയാണ് നമ്മുടെ ഉത്തരം വരിക. മറ്റൊരു രീതിയിൽ നമുക്കതിനെ ചിന്തിക്കാം. എങ്ങനെയാണ്? 12, 18 അങ്ങേയറ്റവും ഇങ്ങേയറ്റവും വരുന്ന സംഖ്യകൾ കൂട്ടി നോക്കൂ, കിട്ടുന്നത് 30. 14, 16 വീണ്ടും 30 കിട്ടുക. 30, 30, 60, 15, 75. അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് തുക കണ്ടുപിടിക്കാനും ഈസിയാണ്. ഇനി മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. ഈ ചോദ്യം നമുക്ക് മറ്റൊരു വിധത്തിൽ ചോദിക്കാം. ഈ ചോദ്യത്തിൽ ഞാൻ ചെറിയൊരു മാറ്റം വരുത്തുകയാണ്. അതായത് 10നും 20നും ഇടയിലുള്ള എന്നുള്ള പ്രയോഗം ഒന്ന് മാറ്റി 10 മുതൽ 20 വരെയുള്ള ഭാജ്യസംഖ്യകളുടെ തുക എത്ര? ശ്രദ്ധിക്കുക, 10 മുതൽ 20 വരെയുള്ള ഭാജ്യസംഖ്യ. മുതൽ വരെ, ഫ്രം ടു എന്ന് വരുമ്പോഴത്തേക്ക് നമ്മുടെ ആശയം തീർച്ചയായിട്ടും മാറും. എന്താണ്? ഈ 10ഉം 20ഉം കൂടെ ഉൾപ്പെടുന്ന രീതിയിലായിരിക്കും നമ്മുടെ കണക്ക് വരിക. അപ്പോൾ ശ്രദ്ധിക്കുക, 10ഉം 20ഉം രണ്ടും ഇരട്ട സംഖ്യകളാണ്. അങ്ങനെ ചോദിച്ചാൽ തീർച്ചയായിട്ടും 10ഉം 20ഉം കൂടെ നമ്മളിവിടെ കൗണ്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഉത്തരം 75 + 10 + 20 105 മാറും. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ഭാഷയിലെ പ്രത്യേകതകൾ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുതൽ വരെ എന്ന് പറയുന്നതും ഇടയിലുള്ള എന്ന് പറയുന്നതും തമ്മിൽ ഉള്ള ആശയ വ്യത്യാസം ഓർത്തു പോകും. അടുത്ത ചോദ്യം വായിക്കാം. 2 അക്കങ്ങളുള്ള ഏറ്റവും വലിയ അഭാജ്യ സംഖ്യ ഏത്? 2 അക്കങ്ങളുള്ള. അപ്പോൾ 2 അക്ക സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 10 മുതൽ 99 വരെ പോകുന്നതാണ് 2 അക്ക സംഖ്യകൾ. നമുക്ക് ആ ചോദ്യം ഒന്നാദ്യം വ്യക്തമായി മനസ്സിലാക്കാം. അപ്പോൾ 2 അക്ക സംഖ്യകൾ എവിടെ വരെ പോകുന്നുണ്ട്? 99 വരെ പോകുന്നുണ്ട്.
നമ്മുടെ ചോദ്യം ഇതാണ്. രണ്ടക്ക സംഖ്യകളിലെ ഏറ്റവും വലിയ പ്രൈം നമ്പർ അഭാജ്യ സംഖ്യ ഏതാണ്? അപ്പോൾ നമ്മൾ തീർച്ചയായും നമ്മൾ ഈ താഴെയുള്ള 10ലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല അല്ലേ. നമ്മൾ എങ്ങോട്ടാണ് നോക്കേണ്ടത്? 99ലേക്കാണ് നോക്കേണ്ടത്. അപ്പോൾ 99ൻ്റെ അല്ലെങ്കിൽ 99ന് തൊട്ട് താഴെ വരുന്ന അഭാജ്യ സംഖ്യ, ഏറ്റവും വലിയ അഭാജ്യ സംഖ്യ ഏതാണെന്ന് നോക്കണം. നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. ഈ പറയുന്ന 99നെ തന്നെ നമുക്കൊന്ന് എടുത്ത് നോക്കാം. നമ്മൾ കാണാതെ അറിയില്ലെങ്കിൽ ചെയ്യേണ്ട കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ 99 ഒരു ഒറ്റ സംഖ്യയാണ്. പക്ഷേ തീർച്ചയായിട്ടും അതൊരു ഭാജ്യസംഖ്യയാണ്. സംഖ്യകളെപ്പറ്റി സാമാന്യം ചോദ്യങ്ങൾ ചെയ്യുന്ന ഒരാൾക്ക് ഒറ്റ നോട്ടത്തിൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം 99ന് 1ഉം 99ഉം സംഖ്യയും ഒന്നുമല്ലാതെ ഇഷ്ടം പോലെ ഘടകങ്ങളുണ്ട്. ഏതൊക്കെയാണ്? 3 ഉണ്ട്, 9 ഉണ്ട്, 11 ഉണ്ട്, 33 ഉണ്ട് അല്ലേ. അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ അഡീഷണലി വരുന്നുണ്ട്. അതുകൊണ്ട് 99നെ നമുക്ക് കണക്കിലെടുക്കാൻ പറ്റില്ല. ഇനി അതിൻ്റെ തൊട്ട് താഴെയുള്ള 98 നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാൻ പാടില്ല. കാരണം എന്താണ്? ഇരട്ട സംഖ്യയാണ്. ഇരട്ട സംഖ്യയിൽ ഇത്രയും വലിയ ഒരു ഇരട്ട സംഖ്യ ഒരിക്കലും അഭാജ്യ സംഖ്യ ആവില്ല. കാരണം 2 ഒഴികെയുള്ള ഇരട്ട സംഖ്യകളെല്ലാം ഭാജ്യസംഖ്യകളാണ്. അതിന് തൊട്ട് താഴെ വരുന്നത് 97 ആണ്. 97നെ നമുക്ക് നോക്കാം. 2ൻ്റെ ഗുണിതമല്ല എന്ന് നമുക്ക് വ്യക്തമാണ് അല്ലേ. ഇപ്പോൾ മറ്റേതെങ്കിലും ഘടകങ്ങളുണ്ടോ എന്ന് നോക്കാം. 3ൻ്റെ ഗുണിതമാണോ 97? ഒരിക്കലുമല്ല. കാരണം 99 3ൻ്റെ ഗുണിതമാണ്, 96 3ൻ്റെ ഗുണിതമാണ്. അല്ലെങ്കിൽ തന്നെ 3ൻ്റെ ഗുണിതങ്ങൾ കണക്കിലെടുക്കാൻ ഒരു രീതിയുണ്ട്. എങ്ങനെയാണ്? അക്കങ്ങളുടെ തുക എടുക്കുന്നു. 9 + 7 16, മനസ്സിൽ തന്നെ കൂട്ടാവുന്നേ ഉള്ളൂ. 9 7 16. അപ്പോൾ അക്കങ്ങളുടെ തുക 3ൻ്റെ ഗുണിതമാണെങ്കിൽ സംഖ്യയും 3ൻ്റെ ഗുണിതമാണ്. അപ്പോൾ അത് 3ൻ്റെ ഗുണിതമല്ല എന്ന് മനസ്സിലായി. പിന്നെ ഏതാണ് സാധ്യതയുള്ളത്? 4 ഇനി നോക്കേണ്ട കാര്യമില്ല. കാരണം 2ൻ്റെ ഗുണിതമല്ല എന്ന് നമുക്ക് വ്യക്തമാണ്. പിന്നെ 4ൻ്റെ നോക്കേണ്ട ആവശ്യമില്ല. ഇനിയുള്ള ഒറ്റ സംഖ്യ ഏതാണ്? 5ൻ്റെ ഗുണിതമല്ല എന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്കറിയാം. കാരണം 5ൻ്റെ ഗുണിതമാണെങ്കിൽ തീർച്ചയായും അത് 0 അല്ലെങ്കിൽ 5 മാത്രമേ അവസാനിക്കൂ. ഇനി 7ൻ്റെ ഗുണിതമാണോ എന്ന് നോക്കുക. 7ൻ്റെ ഗുണിതമാണോ എന്നറിയാനായിട്ട് ചെറിയ സംഖ്യയാണ്. നമുക്കത് ഒറ്റയടിക്ക് നോക്കാം. 70 കഴിഞ്ഞാലുള്ള 7ൻ്റെ ഗുണിതങ്ങൾ നോക്കാം. 77, 84, 91, 98. അപ്പോൾ 7ൻ്റെയും ഗുണിതമല്ല. ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കിയാൽ നമുക്കവിടെ വ്യക്തമായി മനസ്സിലാകും 97 നമ്മൾ ആവശ്യപ്പെടുന്ന ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന അഭാജ്യ സംഖ്യ. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് 2 അക്കങ്ങളുള്ള ഏറ്റവും വലിയ അഭാജ്യ സംഖ്യ ഏതാണ്? 2 അക്കങ്ങളുള്ള ഏറ്റവും വലിയ അഭാജ്യ സംഖ്യയാണ് 97. അതുപോലെ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം കൂടി പറയാം. ഇപ്പോൾ ഈ ഒരു ചോദ്യം പരീക്ഷകളിൽ കണ്ടിട്ടുണ്ട്. 97 ഉദ്ദേശിച്ചിട്ടുള്ള ചോദ്യം, 2 അക്കത്തിലുള്ള ഏറ്റവും വലിയ അഭാജ്യ സംഖ്യ. എന്നാൽ ഈ ചോദ്യത്തെ നമുക്ക് ചെറുതായിട്ടൊന്ന് മാറ്റിയാൽ 3 അക്കങ്ങളുള്ള ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ. വീണ്ടും ആവർത്തന ചോദ്യമാണ്, PC പരീക്ഷകളിൽ കണ്ടിട്ടുള്ള ചോദ്യമാണ്. 3 അക്കങ്ങളുള്ള ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏതാണ് എന്ന് ചോദിച്ചാൽ ഇതേപോലെ നമുക്ക് ചെക്ക് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഉത്തരം അതും കൂടി ഒന്ന് മനസ്സിൽ ഓർത്തിരിക്കാം. 101. 3 അക്കങ്ങളുള്ള ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മുടെ ഉത്തരം 101 ആയിരിക്കും. ചോദ്യം വായിക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അഭാജ്യ സംഖ്യ ഏത്? നമുക്ക് 4 സംഖ്യകളുള്ള ഒരു സെറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരെണ്ണം മാത്രം അഭാജ്യ സംഖ്യയാണ്. അത് കണ്ടുപിടിക്കണം. ആവർത്തന ചോദ്യമാണ്. ഒരുപാട് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് വെച്ചിട്ട് ഒരുപാട് പരീക്ഷകളിൽ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. 4 സംഖ്യകളുടെ ഒരു സെറ്റിൽ നിന്ന് അഭാജ്യ സംഖ്യ ഏതാണെന്ന് കണ്ടെത്തുക, അല്ലെങ്കിൽ ഭാജ്യസംഖ്യ ഏതാണെന്ന് കണ്ടെത്തുക. ഒരുപാട് രീതിയിൽ നമുക്ക് തിരിച്ചു ചോദിക്കാം കേട്ടോ. ഇപ്പോൾ അഭാജ്യ സംഖ്യ ഏത് എന്ന് ചോദിച്ചിരിക്കുന്നതിന് പകരം ഭാജ്യസംഖ്യ ഏത് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ അഭാജ്യ സംഖ്യ അല്ലാത്തത് ഏത് എന്ന് ചോദിക്കാം. അപ്പോൾ ആ ലാംഗ്വേജിൽ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ തന്നിരിക്കുന്ന സംഖ്യകൾ തുടർച്ചയായ ഒറ്റ സംഖ്യകളാണ്. 33, 35, 37, 39. ഈ സംഖ്യകളിൽ ഒരെണ്ണം അഭാജ്യ സംഖ്യയാണ്. അതായത് അഭാജ്യ സംഖ്യ എങ്ങനെയായിരിക്കണം? ഒന്നും ആ സംഖ്യയുമല്ലാതെ മറ്റൊരു ഘടകം അതിന് ഉണ്ടാവാൻ പാടില്ല. ഒന്നിനും സംഖ്യയ്ക്കുമിടയിൽ മറ്റൊരു ഘടകവും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ മറ്റൊരു ഘടകം കണ്ടെത്താൻ സാധിച്ചാൽ നമ്മുടെ അർത്ഥം എന്താണ്? അതൊരു ഭാജ്യസംഖ്യയാണ്. നമുക്കൊന്ന് നോക്കാം. 33ൻ്റെ ഏതൊക്കെ ഘടകങ്ങൾ നിങ്ങൾക്കറിയാം? ഒട്ടുമിക്ക ആൾക്കാർക്കും അതറിയാമായിരിക്കും. 3ൻ്റെ ഗുണിതമാണെന്നെങ്കിലും നമുക്കറിയാമല്ലോ. പിന്നെ നമ്മളൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. കാരണം 1ഉം 33ഉം അല്ലാതെ 3 എന്നൊരു ഒറ്റ ഘടകം കിട്ടിയാൽ തന്നെ അതെന്തായി കഴിഞ്ഞു? അത് ഭാജ്യസംഖ്യ ആയിക്കഴിഞ്ഞു.
അപ്പോൾ നമുക്കത് വ്യക്തമാണ് അതൊരു ഭാജ്യസംഖ്യയാണെന്നുള്ളത്. ഇനി 35നെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒറ്റ നോട്ടത്തിൽ ആർക്കും പറയാൻ പറ്റും 5ൻ്റെ ഗുണിതമാണല്ലോ, പിന്നെ 7ൻ്റെ ഗുണിതമാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിന് മറ്റ് ഘടകങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ അതൊരു ഭാജ്യസംഖ്യ അല്ലെങ്കിൽ കോമ്പസിറ്റ് നമ്പർ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ സി എന്ന് മാർക്ക് ചെയ്യുന്നത് കോമ്പസിറ്റ് നമ്പർ എന്നുള്ള അർത്ഥത്തിലാണ് എളുപ്പത്തിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി 37ലേക്ക് നോക്കാം. 37 നമ്മുടെ ചെറിയ സംഖ്യയാണ് അല്ലേ. നമ്മൾ ഗുണനപ്പട്ടികയൊന്നും പഠിച്ചപ്പോഴത്തേക്ക് നമ്മൾ 37നെ മറ്റൊരു സംഖ്യയുടെ ഗുണിതമായിട്ട് നമ്മൾ പഠിച്ചിട്ടില്ല, ഉണ്ടോ? ഒരു സംഖ്യയുടെയും ഗുണിതമല്ല, 1ഉം 37ഉം അല്ലാതെ മറ്റൊരു ഘടകവും 37 എന്ന സംഖ്യയ്ക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 37ആണ് ഈ കൂട്ടത്തിലെ അഭാജ്യ സംഖ്യ 37. ഇനി നമുക്ക് നാലാമത്തെ ഓപ്ഷൻ നോക്കേണ്ട കാര്യമില്ല, എന്നാലും ഒന്നുകൂടെ ഒന്ന് നോക്കാം. 39. 39നെ നമ്മൾ ഗുണനപ്പട്ടിക വെച്ച് പറഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ വരേണ്ടത് 13 3 39 എന്നാണ്. അതല്ലെങ്കിലും നമ്മൾ 3ൻ്റെ ഗുണിതമാണ് എന്നുള്ളത് വ്യക്തമായിട്ട് ഓർമ്മിച്ചിരിക്കുക. അപ്പോൾ 39ഉം എന്താണ്, ഒരു ഭാജ്യസംഖ്യ, കോമ്പസിറ്റ് നമ്പറാണ്. അപ്പോൾ നമ്മുടെ ചോദ്യം ഈ കൂട്ടത്തിൽ ഏതാണ് അഭാജ്യസംഖ്യ എന്നതാണ്. അപ്പോൾ കൂട്ടത്തിലെ അഭാജ്യസംഖ്യ ഏതാണ്? 37. ഒരുപാട് വ്യത്യസ്ത രീതികളിൽ നമുക്കിത് ചോദിക്കാം, പല രീതികളിൽ നമുക്ക് ചോദിക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ വേറൊരു ഓപ്ഷൻ സെറ്റും കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എഴുതാം. ഇപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസ് അല്ലാതെ മറ്റൊരു സെറ്റും കൂടെ നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കാം. നമ്മളിപ്പോൾ ഇതുവരെയുള്ള സംഖ്യകൾ നമ്മൾ പറഞ്ഞല്ലോ, ഇതിന് തൊട്ടടുത്ത സംഖ്യകളൊന്ന് ചിന്തിച്ച് നോക്കിയാലോ. ഇപ്പോൾ ഇതേപോലെ 39ന് ശേഷം 41, 43, 45, 47. പക്ഷേ ഞാൻ ചോദ്യത്തിൽ കൂടെ ചെറിയൊരു മാറ്റം വരുത്തി. അഭാജ്യസംഖ്യ അല്ലാത്തത് ഏത്? അഭാജ്യസംഖ്യ ഏതെന്നല്ല, അഭാജ്യസംഖ്യ അല്ലാത്തത് ഏത്? അപ്പോൾ ഈ തന്നിരിക്കുന്ന സംഖ്യകൾ നോക്കിയാൽ 41 അഭാജ്യസംഖ്യയാണ്, 43 അഭാജ്യസംഖ്യയാണ്, 45 മാത്രം ഈ കൂട്ടത്തിൽ അഭാജ്യസംഖ്യ അല്ല, അല്ലെങ്കിൽ ഭാജ്യസംഖ്യയാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ. 47ഉം എന്താണ്, അഭാജ്യസംഖ്യയാണ്. അപ്പോൾ ഈ ഒരു ചോദ്യം നമുക്ക് പല രീതിയിൽ നമുക്ക് പരീക്ഷകളിൽ ചോദിക്കാം. ചെറുതും വലുതുമായ സംഖ്യകൾ ഉപയോഗിച്ച് പല രീതിയിൽ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ പ്രത്യേകമൊന്ന് ഓർമ്മിച്ചിരിക്കുക. അടുത്ത ചോദ്യം, 50 മുതൽ 60 വരെയുള്ള എണ്ണൽ സംഖ്യകളിൽ എത്ര എണ്ണം അഭാജ്യസംഖ്യകളാണ്? 50 മുതൽ 60 വരെ. അപ്പോൾ ഇത് പല നമ്പർ റേഞ്ചുകൾ വെച്ചിട്ട് PSC പരീക്ഷകളിൽ ഈ ചോദ്യം കണ്ടിട്ടുണ്ട് പലപ്പോഴായിട്ട്. അതായത് നമുക്കിപ്പോൾ ചെറിയ റേഞ്ച് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് അത്രയും കുറച്ച് കൗണ്ട് ചെയ്താൽ മതി. കുറച്ചുകൂടെ വലിയ റേഞ്ച് വെച്ച് നമുക്ക് ഈ ചോദ്യം പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 25 മുതൽ 100 വരെ, അല്ലെങ്കിൽ 30 മുതൽ 90 വരെ, അങ്ങനെ പല രീതിയിൽ നമുക്ക് പരീക്ഷകളിൽ ഈ ചോദ്യം കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചോദ്യം എന്താണെന്ന് ബേസിക്കലി ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു 1ൻ്റെ വ്യത്യാസം പോലും വരാൻ പാടില്ല. ഒരെണ്ണം കൂടുകയോ ഒരെണ്ണം കുറയുകയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മളൊരു തെറ്റുത്തരത്തിലേക്കായിരിക്കും വരിക. കാരണം ഇപ്പോൾ ഇതിൻ്റെ ശരി ഉത്തരം 5 ആണ് എന്ന് വിചാരിക്കുക. 4 എന്ന് പറയുന്ന മറ്റൊരു ആൻസർ ഓപ്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. 6 എന്ന് പറയുന്ന മറ്റൊരു ആൻസർ ഓപ്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് വളരെ ചെറുതെന്ന് തോന്നുന്ന ഒരു മിസ്റ്റേക്ക് പറ്റിയാലും നമ്മളെ അത് ശരി ഉത്തരം കിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു തെറ്റുത്തരത്തിലേക്ക് കൊണ്ടുപോവുക കൂടി ചെയ്യും. അപ്പോൾ അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 50 മുതൽ 60 വരെ, 50ഉം 60ഉം ഉൾപ്പെടെ ഉള്ള സംഖ്യകൾ നമുക്ക് കണക്കിലെടുക്കണം. അതിൽ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇരട്ട സംഖ്യകൾ ഒറ്റയടിക്ക് മനസ്സിൽ നിന്ന് വെട്ടിക്കളയുകയാണ്. കാരണം ഇരട്ട സംഖ്യകൾ ഒരിക്കലും അഭാജ്യ സംഖ്യകളാവുന്നില്ല. മുന്നോട്ടുള്ളത് 2 ഒഴിച്ച് ബാക്കിയുള്ള ഇരട്ട സംഖ്യകളൊന്നും അഭാജ്യ സംഖ്യകളല്ല. അപ്പോൾ 50, 60, അതിനിടയിൽ വരുന്ന 52, 54, 56, 58 ഇതൊന്നും നമുക്ക് നോക്കണ്ട. പിന്നെ നോക്കേണ്ടത് ഏതൊക്കെയാണ്? ഒറ്റ സംഖ്യ. ഒറ്റ സംഖ്യകൾ നോക്കുമ്പോൾ ഏതൊക്കെയാണ് വരിക? വെറുതെ ഒന്ന് എഴുതി നോക്കാം. 51, പിന്നെ വരുന്നത് 53, ക്രമത്തിന് 55, 57, 59. ഇത്രയും സംഖ്യകളാണ് നമ്മൾ പരിഗണിക്കുന്നത് അല്ലേ. അതിൽ ഒറ്റയടിക്ക് എല്ലാവർക്കും വെട്ടിക്കളയാൻ പറ്റുന്ന ഒരു സംഖ്യയുണ്ട്. ഏതാണ്? 55. കാരണം 55 എളുപ്പത്തിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അത് 5ൻ്റെ ഗുണിതമാണ്. ഒരിക്കലും അതൊരു അഭാജ്യ സംഖ്യ ആവില്ല. പിന്നെ ഏതൊക്കെ വെട്ടിക്കളയാം? നിങ്ങൾ ആലോചിച്ചിട്ട് പറയുക. 51 എന്ന് പറയുന്നത് നമുക്ക് ഒറ്റയടിക്ക് അതിനെ പിടിക്കാൻ പറ്റും. എങ്ങനെയാണ്? 3ൻ്റെ ഗുണിതമാണ് എന്ന് മനസ്സിലാക്കിയാൽ എളുപ്പമാണ്. 5 + 1 6, അക്കങ്ങളുടെ തുക എത്രയാണ്? 6. തീർച്ചയായും അത് 3ൻ്റെ ഗുണിതമാണ്. അതുകൊണ്ട് തന്നെ നമ്മളതിനെ ഒഴിവാക്കി.
ഇനി അടുത്ത് നോക്കൂ, 57, 5 + 7 12. തീർച്ചയായും അതൊരു 3ൻ്റെ ഗുണിതമാണ്. അപ്പോൾ 51, 57 എന്ന സംഖ്യകൾ നമ്മൾ വെട്ടിക്കളഞ്ഞു. ഇനി ഏതൊക്കെയാണ് ബാക്കിയാവുന്നത്? 53, 59. ഇതിനെ ഒന്നുകൂടി നമ്മളൊന്ന് ആവർത്തിച്ച് മനസ്സിലൊന്ന് ചിന്തിച്ച് നോക്കാം. ഒന്നുകൂടി ആവർത്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 53നെയോ 59നെയോ മറ്റൊരു സംഖ്യയുടെയും ഗുണനപ്പട്ടികയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല, 53നെയോ 59നെയോ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഈ പറയുന്ന സെറ്റിലുള്ള 2 അഭാജ്യ സംഖ്യകളേ ഉള്ളൂ. ഏതൊക്കെയാണ്? 53, 59. അപ്പം നമ്മുടെ ചോദ്യം എന്താണ്? ആ സംഖ്യകൾ ഏതൊക്കെയാണെന്നല്ല, അവയുടെ എണ്ണമാണ്. എത്ര എണ്ണം അഭാജ്യ സംഖ്യകളാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം എത്രയാണ്? 2 എണ്ണമാണ് അഭാജ്യ സംഖ്യകളായിട്ട് ഇവിടെ നിന്ന് കിട്ടുക. അടുത്ത ചോദ്യം, 40നും 100നും ഇടയിൽ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? ഇപ്പോൾ കഴിഞ്ഞ ചോദ്യത്തിൽ നമ്മൾ 50 മുതൽ 60 വരെ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 40നും 100നും ഇടയിലുള്ള എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെയുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ച് വരുമ്പോഴത്തേക്ക് അതിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് പറഞ്ഞു പോകാം. അതായത് നിങ്ങളെല്ലാവരും ഇനി അങ്ങോട്ട് കാണാപ്പാഠം പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, ഈ അഭാജ്യ സംഖ്യകളുടെ എണ്ണം നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് 1:50 വരുന്ന സംഖ്യകൾ എടുത്താൽ അതിലെ അഭാജ്യ സംഖ്യകളുടെ എണ്ണം 15ആണ്. പ്രത്യേകം ഓർമ്മിച്ചിരിക്കുക, 1 മുതൽ 50 വരെയുള്ള സംഖ്യകളിൽ 15 അഭാജ്യ സംഖ്യകളുണ്ട്. ഇനി അടുത്ത 50 എണ്ണം നോക്കാം. അടുത്ത 50 എണ്ണം എന്ന് പറയുമ്പോൾ 51 മുതൽ 100 വരെയുള്ള സംഖ്യകൾ. 51 മുതൽ 100 വരെയുള്ള സംഖ്യകൾ എടുത്താൽ അഭാജ്യ സംഖ്യകളുടെ എണ്ണം 10ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത് രണ്ടും ഒന്ന് കൂട്ടിച്ചേർത്താൽ 1 മുതൽ 100 വരെയുള്ള സംഖ്യകളിൽ അഭാജ്യ സംഖ്യകളുടെ ആകെ എണ്ണം നമുക്ക് കിട്ടി. എത്രയാണ്? 25. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളിപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ 50-60 റേഞ്ച് നമ്മൾ എടുത്തു. അപ്പം നമുക്കത് എണ്ണിക്കൂട്ടാനായിട്ട് പറ്റുന്ന സംഖ്യകളെ ഉള്ളായിരുന്നു, അല്ലേ? സംഖ്യകളുടെ എണ്ണം അത്രയേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ അത് ഓരോന്നായിട്ടും എടുത്ത് അത് അഭാജ്യ സംഖ്യ ആണോ എന്ന് ചെക്ക് ചെയ്ത് നമുക്കത് ആ ചോദ്യം പൂർത്തിയാക്കാം. പക്ഷേ ഇതുപോലുള്ളൊരു ചോദ്യത്തിൽ 40 മുതൽ 100 വരെ എന്ന് പറയുമ്പോൾ ആ നമ്പർ റേഞ്ച് കുറച്ചുകൂടി അങ്ങ് വലുതായി, അല്ലേ? അപ്പം നമുക്ക് 1 by 1 ഇരുന്ന് കൗണ്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്ര പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമല്ല. പ്രത്യേകിച്ച് നമ്മുടെ പരീക്ഷയിൽ നമുക്ക് ചോദ്യം ചെയ്യാൻ അറിയുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ മികവിൻ്റെ ആ ഒരു മാനദണ്ഡമായിട്ട് വരിക. വേറെന്താണ്? നമുക്ക് ആ സമയത്ത് പൂർത്തിയാക്കുക എന്നതിന് മാത്രമേ നമുക്ക് വിലയുള്ളൂ, അല്ലേ? നമുക്ക് ആ ചോദ്യങ്ങൾ മുഴുവൻ ചെയ്യാൻ അറിയാം, അതിൻ്റെ എല്ലാ സ്റ്റെപ്പുകൾ അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തന്നിരിക്കുന്ന ആ ഒരു ടൈം ലിമിറ്റിൽ അത് പൂർത്തിയാക്കുന്നതിനാണ് നമുക്ക് മാർക്ക് കിട്ടുക. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ചിന്തിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ 3 കാര്യങ്ങളൊന്ന് കൃത്യമായി ഓർത്തിരിക്കുക. 1:50 15 അഭാജ്യ സംഖ്യകളുണ്ട്. 51:100 ആണെങ്കിൽ 10 അഭാജ്യ സംഖ്യകളുണ്ട്. 1:100 ആണെങ്കിൽ 25 അഭാജ്യ സംഖ്യകളുണ്ട്. ഇത് ഏത് തരത്തിലാണ് നമ്മുടെ ഈ ചോദ്യത്തെ ഹെൽപ്പ് ചെയ്യുക? ചോദ്യത്തിലേക്ക് വരാം. 40നും 100നും ഇടയിൽ അഭാജ്യ സംഖ്യകളുടെ എണ്ണം. അപ്പം നമുക്ക് ഇതിനകത്തൊന്ന് ഒരു സംഖ്യ ഒറ്റയടിക്ക് നമുക്ക് എടുക്കാൻ സാധിക്കും. ഏതാണ്? 51 മുതൽ 100 വരെയുള്ള സംഖ്യകൾ. 51 മുതൽ 100 വരെയുള്ള സംഖ്യകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ 10 എണ്ണം ആദ്യമേ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. 10 എണ്ണം ഉണ്ട് എന്നുള്ളത് ഉറപ്പായി കഴിയും. ഇനി നമുക്ക് അഡീഷണൽ ഏതൊക്കെ നോക്കണം? ആ 40-50 റേഞ്ചിൽ വരുന്ന അഭാജ്യ സംഖ്യകൾ കൂടി ഇതിലേക്ക് നമ്മൾ കണക്കിലെടുക്കണം. അപ്പോൾ 40-50 റേഞ്ചിൽ വരുന്ന അഭാജ്യ സംഖ്യകൾ ഓർമ്മയുണ്ടോ? നമ്മൾ നേരത്തെ ഒരു ചോദ്യത്തിൻ്റെ ഓപ്ഷൻസായിട്ട് നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 41, 43, 47 3 അഭാജ്യ സംഖ്യകൾ നമുക്ക് ഈ 10ന് പുറമേ എടുക്കാൻ സാധിക്കും. അപ്പോൾ എത്ര എണ്ണമായി? 50-100 റേഞ്ചിൽ 10 എണ്ണം നമ്മൾ കാണാതെ പഠിച്ചു. ആ ഒരു ഡേറ്റയിൽ നിന്ന് നമുക്ക് കിട്ടണം. പിന്നെ 40-50 ആണെങ്കിൽ 3 എണ്ണം ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആകെ 10 + 3 13 അഭാജ്യ സംഖ്യകളാണ് നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം. ഓക്കെ, അപ്പോൾ ഇതിന് 1-2 കാര്യങ്ങളും കൂടെ ഞാൻ പറയട്ടെ. ഈ 100 വരെ 25 അഭാജ്യ സംഖ്യകളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ സാധാരണഗതിക്ക് ഒരു PSC പോലെയുള്ള ഒരു മത്സര പരീക്ഷ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അതിൽ നമുക്ക് ചോദ്യങ്ങളായിട്ട് ഇത്തരം ചോദ്യങ്ങളിൽ വരിക ഒരു 100ൽ താഴെയുള്ള സംഖ്യകളാണ് ഏറ്റവും ഒരു 99% ചോദിച്ച് കാണാറുള്ളത്. അപ്പോൾ 100ൽ താഴെയുള്ള സംഖ്യകളെപ്പറ്റി, അഭാജ്യ സംഖ്യകളെപ്പറ്റി ഏത് തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചാലും, ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ അഭാജ്യ സംഖ്യ ഏത്, അല്ലെങ്കിൽ അഭാജ്യ സംഖ്യ അല്ലാത്തത് ഏത്, അതുമല്ലെങ്കിൽ റീസണിങ് ഭാഗത്ത് നിന്ന് മാനസിക ശേഷി പരിശോധന രീതിയിൽ വരുന്ന ചോദ്യങ്ങളിൽ മറ്റൊരു ചോദ്യമുണ്ട്, കൂട്ടത്തിൽ വേറിട്ട് നിൽക്കുന്ന സംഖ്യ ഏത്, ഔട്ട് മാൻ ഔട്ട്.
അവിടെ പലപ്പോഴും നമുക്ക് ലോജിക്കായിട്ട് വരാറുള്ളത് ഈ പറയുന്ന പ്രൈം നമ്പർ, കോമ്പസിറ്റ് നമ്പർ ലോജിക്കാണ്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളെ എല്ലാം സഹായിക്കുന്ന ഒരു ഡേറ്റയാണ്. ഒന്നാമത്തെ കാര്യം, 1 മുതൽ 50 വരെ 15 അഭാജ്യസംഖ്യകളും 50-100 റേഞ്ചിൽ 10 അഭാജ്യസംഖ്യകളും ആകെ 1 മുതൽ 100 വരെ 25 അഭാജ്യസംഖ്യകളും ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുന്നു. രണ്ടാമതായി, ആ 25 എണ്ണം ഏതൊക്കെയാണ് എന്നുകൂടി കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചാൽ നമുക്ക് വളരെയധികം അത് അഡ്വാൻറ്റേജസ് ആയിരിക്കും. ആ 25 എണ്ണം ഒന്ന് കൃത്യമായിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ സാധിക്കുമെങ്കിൽ നമുക്കത് വളരെയധികം ഗുണം ചെയ്യും. ഇപ്പോൾ 25 എണ്ണം ഓർത്തിരിക്കാൻ സാധിക്കുന്ന ഒരാൾക്ക് 40/50 എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് 41, 43, 47 എന്ന് എഴുതി പോകാൻ പറ്റും. അവിടെ മറ്റൊന്നും ആലോചിക്കേണ്ട ആവശ്യം നമുക്ക് അവിടെ വരില്ല. അപ്പോൾ അത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉത്തരം 13 ആണ്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ കൈകാര്യം ചെയ്തത് അഭാജ്യസംഖ്യകളും ഭാജ്യസംഖ്യകളും എന്ന ഭാഗത്ത് നിന്ന് വരുന്ന വിവിധ തരം ചോദ്യങ്ങളാണ്. അപ്പോൾ അതിനെപ്പറ്റി ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം അതിൽ നിന്ന് പ്രധാനപ്പെട്ട ആവർത്തന ചോദ്യങ്ങളും അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും നമ്മൾ ഈ ഒരു സെഷനിലൂടെ മനസ്സിലാക്കി. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നന്ദി.